സ്വാഗതം ചതുരംഗത്തിലേക്ക്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വോട്ടെല്ലാം പെട്ടിയിൽ വീണു കഴിഞ്ഞു, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണ്. TCV അല്ല വിലയിരുത്തുന്നതിനായി ജില്ലയിലെ രാജ്യത്തെ പ്രമുഖ കക്ഷികളുടെ ജില്ലാ നേതാക്കൾ നമ്മോടൊപ്പമുണ്ട്. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് CPIയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ KK വത്സരാജ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. UDFനെ പ്രതിനിധീകരിച്ച് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി A. നാഗേഷ് അദ്ദേഹം NDAയെ പ്രതിനിധീകരിച്ച് നമ്മോടൊപ്പമുണ്ട്. ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യം ഇടതുമുന്നണിയുടെ പ്രതിനിധിയിലേക്ക് തന്നെ വരാം. എല്ലാവരും ആകാംക്ഷയോടെ, രാജ്യം മുഴുവൻ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു മണ്ഡലമായി തൃശ്ശൂർ മണ്ഡലം മാറിയിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ തന്നെ തൊട്ടു മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി NDA എത്തുന്നു. വലിയ ആകാംക്ഷയോടെയാണ് രാജ്യം തൃശ്ശൂർ മണ്ഡലത്തെ തന്നെ നോക്കിക്കാണുന്നത്. എത്രത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു LDF? LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ആദ്യമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ VS സുനിൽകുമാർ കാൻഡിഡേറ്റായി വരുന്നു എന്ന് പ്രഖ്യാപനം വന്ന സമയം മുതൽ തന്നെ തൃശ്ശൂരിലെ വോട്ടർമാരുടെ ഇടയിലും തൃശ്ശൂരിലെ പൊതുജനങ്ങളുടെ ഇടയിലും വലിയ സ്വീകാര്യത കൈവരിക്കാൻ VS സുനിൽകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം വളരെ ശക്തമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ. നിലവിലുള്ള 7 അസംബ്ലി മണ്ഡലങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നത് LDF ആണ്. ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണത്തിലിരിക്കുന്നതും LDF ആണ്. LDFൻ്റെ സംഘടനാ സംവിധാനം വളരെ മികവാർന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ ഇലക്ഷൻ്റെ ആ പീരീഡിൽ 2 മാസക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയുള്ള വളരെ വലിയ ശുഭപ്രതീക്ഷയിലാണ് LDF ഉള്ളത്. UDFിലേക്ക് വരുമ്പോൾ K. മുരളീധരനാണ് സ്ഥാനാർത്ഥി. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു UDFനെ സംബന്ധിച്ച്. എങ്ങനെ കാണുന്നു? ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ ഒരു ഉജ്ജ്വല വിജയം ആവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും അതിനപ്പുറത്ത് തൃശ്ശൂർ ജില്ലയുടെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് UDFന് ഏറെ അനുകൂലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥിയുടെ മികവും തൃശ്ശൂരിൻ്റെ പ്രത്യേക സാഹചര്യവും കൂടി ചേർന്നപ്പോൾ മുൻകാല റെക്കോർഡുകളൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന് K. മുരളീധരൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ K. മുരളീധരനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അതികായകനായ ഒരു വലിയ നേതാവാണ്. തൃശ്ശൂരിൻ്റെ പ്രത്യേക സാഹചര്യം തന്നെ കണക്കിലെടുത്ത് 1% പോലും പിഴവ് പറ്റാതെ വലിയ വിജയം ആവർത്തിക്കാവുന്ന രീതിയിലേക്ക് മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് UDF ഈ തെരഞ്ഞെടുപ്പിനെ അതിജീവിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കുറേ മാസങ്ങളായി തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ ഏറ്റവും മോശകരമായ ഒരു സാഹചര്യം, കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള നിരവധി ആളുകളെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള അപമാനകരമായൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ K. മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 100% വിജയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ. NDAയെ സംബന്ധിച്ച് സുരേഷ് ഗോപിയായിരുന്നു. കേരളത്തിൽ തന്നെ BJP വിജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യത്തെ മണ്ഡലമാക്കിയപ്പോൾ തൃശ്ശൂരിനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്താണ് ആ പ്രതീക്ഷയ്ക്ക് കാരണം? ഇതുവരെ കേരളത്തിൽ നിയമസഭയിൽ പോലും ഒരു സീറ്റ് നിലവിലില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അടക്കം ചിട്ടയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം NDA ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിയത്. 2019 മുമ്പ് 1,03,000 വോട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ടായിരുന്നെങ്കിൽ 2019 നമുക്കറിയാം 2-3 സ്ഥാനാർത്ഥികളെ മാറി ഏകദേശം 13 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് അന്ന് സുരേഷ് ഗോപി കാൻഡിഡേറ്റായിട്ട് വരുന്നത്. ആ 13 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് 1,90,000 വോട്ട് അധികം നേടാനായിട്ട് അന്ന് 295 വോട്ട് കിട്ടി. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഒരു ശക്തമായ അടിത്തറയിട്ടുള്ള വോട്ടിംഗ് സംവിധാനം ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം, പരാജയപ്പെട്ടതിന് ശേഷം
നമുക്കറിയാം കഴിഞ്ഞ MP ഏകദേശം 4.5 വർഷക്കാലം തൃശ്ശൂരുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം തോറ്റിട്ടും ഒരു MP എന്ന രീതിയിലല്ലാതെ എല്ലാ മേഖലയിലും പ്രവർത്തന രംഗത്ത് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ എല്ലാ മേഖലയിലേക്കും 5 വർഷക്കാലം അദ്ദേഹം പ്രവർത്തനം, കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അങ്ങനെ തൃശ്ശൂർക്കാരനായി മാറാൻ അദ്ദേഹത്തിന് 5 വർഷക്കാലം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച് ബൂത്ത് തല സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഈ തവണ നടത്തിയിട്ടുള്ളത്. ഈ ഇടപെടുകയാണ്, ഈ വോട്ടുകളുടെ എണ്ണം കൂടും എന്നുള്ളത് ഏത് പ്രതീക്ഷയിലാണ്? പ്രത്യേകിച്ച് ഒരു താരപരിവേഷമൊന്നും തൃശ്ശൂർ മണ്ഡലം അങ്ങനെ കണക്കാക്കില്ല. താരപരിവേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഞാനടക്കം എൻ്റെ പുതുക്കാട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കഴിഞ്ഞ തവണ അതിന് മുമ്പിലത്തെ തവണ മത്സരിച്ച അതേ വോട്ട് നിലനിർത്തിയ മണ്ഡലങ്ങളാണ് പുതുക്കാടും ഇരിഞ്ഞാലക്കുടയും തൃശ്ശൂരും. തൃശ്ശൂർ ഏകദേശം 44,000 അടുത്ത് വോട്ട് അന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഇവിടെ CPI 3ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. ഇതിൽ BJPയുടെ വളർച്ചയായിട്ടാണോ കാണുന്നത്? യാതൊരു അതിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ടായിട്ടാണോ അതോ മറ്റു നെഗറ്റീവ് വോട്ടുകൾ ഇങ്ങോട്ട് വരുന്നതാണോ? BJPയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലും സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലും നേരത്തെ പറഞ്ഞ രീതിയിൽ തൃശ്ശൂരിൽ കരുവന്നൂർ വിഷയം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ 2 മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്തിന് എന്ന ചോദ്യം എല്ലാ വോട്ടർമാരുടെ പരമാവധി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഭാരതത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അധികാരത്തിൽ വരിക എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയം. ഞാൻ അതിലേക്കൊന്നും വരുന്നത് വള്ളൂർ, ഈ BJP വീണ്ടും അധികാരത്തിൽ വരുന്ന, NDA വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലും പ്രചരണത്തിലുമാണ് NDA മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് എങ്ങനെയാണ് ദേശീയ തല രാഷ്ട്രീയ വീക്ഷണം? പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഇടപെടലും കണ്ടാൽ തന്നെ അറിയാം, വിഭ്രാന്തി മൂലം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തന്നെ പരസ്പര വിരുദ്ധമാണ്. അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, അധികാരം നഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം. ഇപ്പം 45 മണിക്കൂർ അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നു. ഗാന്ധിജിയെ പോലും അദ്ദേഹം പരസ്യമായി ഇൻസൾട്ട് ചെയ്യുന്നു. ഗാന്ധിജിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയാൻ ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു പ്രധാനമന്ത്രിക്ക് അങ്ങനെ സാധിക്കുന്നു എന്ന ഞെട്ടലാണ് ഇന്ത്യയിലെ മുഴുവൻ ആളുകളും. അപ്പോൾ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടം കഴിഞ്ഞ് 3ാം ഘട്ടത്തോടു കൂടി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണെന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിൽ, ബംഗാളിൽ, ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ, ആന്ധ്ര, തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുൾപ്പെടെ BJPക്ക് ഉണ്ടായ വലിയ മുന്നേറ്റം, ഏകദേശം 350ഓളം, ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന 350 സീറ്റുകളിൽ 280ഓളം സീറ്റുകൾ കിട്ടിയ BJPയുടെ ഇന്നത്തെ അവസ്ഥ പരമദയനീയമാണ്. 100% വിജയിച്ച സംസ്ഥാനങ്ങൾ പോലും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന മോശകരമായ, അപമാനകരമായ പ്രവർത്തനങ്ങൾ ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ വർഗീയവാദിയായി നരേന്ദ്രമോദി മാറിയപ്പോൾ നരേന്ദ്രമോദിയുടെ ദുർഭരണം അവസാനിപ്പിക്കണം എന്നുള്ളത് ഇന്ത്യയിലെ ആപാലവർദ്ധ ജനങ്ങളുടെയും മനസ്സിൽ വലിയൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള BJPക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഉണ്ടായിരുന്ന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം തീരെ ചെറുതല്ല. ഞങ്ങൾ 100% ആ കാര്യത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം 2019 എന്ന കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. ഒരു ചർച്ച ആളുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു. വലിയ രീതിയിലുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, BJP അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നരേന്ദ്രമോദി തന്നെ അതിനെ മനസ്സുകൊണ്ട് തീരുമാനിച്ച രീതിയിലേക്ക് അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഈ ഒരു ചില കാര്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ച അമേഠിയിൽ നിന്ന് മാറി നിൽക്കുന്നു, അങ്ങനെ ചില കാര്യങ്ങൾ ഭയപ്പെട്ട് മാറിപ്പോവുകയാണോ എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണാം? തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏത് തെരഞ്ഞെടുപ്പിലും ഏത് മുന്നണിയും ഏത് സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത് ജയിക്കാനാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വേരുകളുള്ള 55 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വീണ്ടും തിരിച്ച് അധികാരത്തിൽ വരാനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില ക്രമീകരണങ്ങളെ, ചില സീറ്റുകളെ സംബന്ധിച്ചൊക്കെ ചില നീക്കുപോക്കുകളുണ്ടാകും. അത് ആ മുന്നണിയുടെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ അവർ കാണുന്ന ചില ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനാർത്ഥികൾ മാറുന്നതൊക്കെ എത്രയോ സംഭവങ്ങൾ നടക്കുന്നു.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊരു ശരികട്ടില്ല. റായ്ബറേലിയും അമേഠിയും ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൃദയഭൂമികളാണ്. ആർക്കെ തർക്കം? അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതിലൊരു ശരികേട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത് ആനിരാജ പറയുകയുണ്ടായി. വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളത്. അവിടെ റായ്ബറേലിയിൽ പ്രഖ്യാപിച്ചപ്പോൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണോ? അതല്ല, വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് CPI ഇടത് പാർട്ടികളും എടുത്തൊരു നിലപാട്, രാഹുൽ ഗാന്ധി BJPയെ നേരിടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ലീഡർ എന്ന രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ BJP മുഖ്യ എതിരാളിയായിട്ടുള്ളൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് വേണ്ടത്. അതാണ് ഇന്ത്യ മുന്നണി ഉയർത്തുന്ന ഏറ്റവും ശരിയായ ഒരു മെസ്സേജായിട്ട് വരിക. അതിന് പകരം വയനാട്ടിൽ തന്നെ മത്സരിച്ചു അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. മത്സരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു ശരിയായ രീതി ആയിരുന്നില്ല. കാരണം ഇവിടെ മുഖ്യ ശത്രു അല്ല വയനാട്ടിൽ BJP എന്തുകൊണ്ടും 3-ാം സ്ഥാനത്ത് വരുന്ന ഒരു മണ്ഡലം മാത്രമാണ് വയനാട്. അവിടെ LDFനെയാണ്, CPI സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. ആ മത്സരം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് അന്നുള്ളത്, എന്നും ഞങ്ങൾക്കുള്ളത്. പിന്നെ എവിടെ വേണമെങ്കിൽ ഒരാൾക്ക് മത്സരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. റായ്ബറേലി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് മണ്ഡലമാണ്. സോണിയാഗാന്ധി മത്സരിച്ച മണ്ഡലമാണ്, നിലനിർത്തുന്ന മണ്ഡലമാണ്, കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പോയി മത്സരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന മണ്ഡലം വയനാടാവും. അത് എന്തിനാ അത്തരം ഒരു സാഹചര്യം അങ്ങനെ പ്രിയങ്ക ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്ന് വരെ, അതായത് വയനാട്ടിൽ ഞങ്ങൾ ഗാന്ധി കുടുംബം ഒരിക്കലും കൈവിടില്ല എന്നാണ് അന്ന് പറയുകയുണ്ടായത്. ഇനിയിപ്പോൾ അവിടെ റായ്ബറേലിയിൽ ജയിക്കുകയാണെങ്കിൽ വയനാടിനെ കൈവിടും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരും എന്നൊരു ഊഹാപോഹം എന്തായാലും കോൺഗ്രസിനകത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുടെ കുറവ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ, ഡിസർവിങ് ആയ ആയിരക്കണക്കിന് ആളുകളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിലൊന്നും പ്രത്യേകിച്ച് ഒരു പുതുമ കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ 2 സ്ഥലത്ത് മത്സരിക്കുന്നുള്ളതൊന്നും, ഇപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ 2 സ്ഥലത്ത് മത്സരിച്ചില്ലേ, അതൊന്നൊരു പുതിയ കാര്യമല്ല. എന്തായാലും റായ്ബറേലി എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലം കോൺഗ്രസിൻ്റെ വലിയ ബന്ധമുള്ള, വൈകാരികമായി വലിയ ബന്ധമുള്ള നിയോജക മണ്ഡലം. അവിടെ BJPക്കെതിരെ ഡയറക്റ്റ് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വലിയ നേതാവ് തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് തൃശ്ശൂരിലേക്ക് തന്നെ വരാം. ഈ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ വലിയ തീപാറുന്ന രീതിയിലായിരുന്നു പ്രചരണങ്ങളൊക്കെ. അതിലൊന്നായിരുന്നു ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി നൽകിയ ഒരു കിരീടവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഇനി വോട്ടെണ്ണലിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? കാപട്യത്തിൻ്റെ പ്രതീകമാണ് സുരേഷ് ഗോപി. ഞാനത് പറയുന്നത് മറ്റ് വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറയുന്നതല്ല. ഒരു വഴിപാട് ഒരു സ്ഥലത്ത് കൊടുക്കുന്നു എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ അർഹതയുള്ളവർക്ക് സഹായം കൊടുക്കുന്ന തെറ്റൊന്നുമില്ല. ഇതൊക്കെ ആളുകളെ അറിയിച്ചു കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ അതിലൊരു സിൻസിയർ അപ്രോച്ച് വേണം. അതുണ്ടായില്ല എന്നുള്ളതാണ്. അതായത് ലൂർദ് പള്ളിയുടെ മാതാവിനെ പോലും പറ്റിക്കാൻ തീരുമാനിക്കുന്ന രീതിയിലേക്ക് മുക്കുപണ്ണം കൊണ്ടു കൊടുക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും? നമ്മൾ പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊന്നും ഉയർത്തിക്കാട്ടാൻ തയ്യാറായിരുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞങ്ങൾ, നല്ല രീതിയിൽ പ്രചരണം ഉണ്ടായിരുന്നു. നമ്മളൊന്നും അങ്ങനെ പ്രചരിപ്പിക്കാൻ പോയിരുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് BJP എല്ലാ കാലത്തും ചെയ്യുന്ന ഒരു തന്ത്രമുണ്ട്. ഇപ്പോൾ ഇവിടെ 2 തവണ നരേന്ദ്രമോദി വന്ന തൃശ്ശൂരിനെ ലോക ശ്രദ്ധാകർഷിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുന്നു. സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവുമെന്ന് പറയും. ഇതിലൊന്നും 1% വസ്തുതയില്ല. സുരേഷ് ഗോപിനെ കേന്ദ്രമന്ത്രിയാക്കാൻ 6 വർഷം രാജ്യസഭാ മെമ്പറായിരുന്ന 2 നരേന്ദ്രമോദി സർക്കാരുകളിൽ അംഗമായിരുന്നു സുരേഷ് ഗോപി. വേണമെങ്കിൽ അദ്ദേഹത്തെ 1ാം നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയാക്കായിരുന്നു. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ 2ാം നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴും കുറച്ചു കാലം അദ്ദേഹം ചെയ്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാൻ കാര്യത്തിലേ ഉള്ളൂ, ഈ മോശമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന പ്രസ്താവനകൾ നടത്തുന്നതും ഏറ്റവും മോശമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിക്കുന്നതുമൊക്കെ BJPയുടെ ഒരു പതിവ് പരിപാടിയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ കേന്ദ്രമന്ത്രി സ്ഥാനവും ഇവിടുത്തെ മത്സരവും ഇവിടുത്തെ താരപരവേഷവും ലൂർദ് പള്ളിയുടെ ഈ പറയുന്ന വഴിപാടും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ല, അദ്ദേഹം പറയട്ടെ, ഈ ഒരു കേന്ദ്രമന്ത്രി വേണോ എന്നുള്ള രീതിയിലുള്ള പ്രചരണം പച്ചയായി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കോൺഗ്രസിൻ്റെ അങ്കലാപ്പ് പത്മജ വേണുഗോപാൽ ഒന്നുമല്ല എന്ന് പറഞ്ഞ് BJPയിൽ വന്നു. അതുവരെ ഇവിടെ പോസ്റ്റർ ഒട്ടിച്ച് പ്രതാപൻ ആദ്യം 4.5 കൊല്ലം മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞ മണ്ഡലമാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം. അതിനുശേഷം പ്രതാപൻ തന്നെ പോസ്റ്റർ ഒട്ടിക്കലും ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നപ്പോൾ നേരെ വടകരയിൽ നിന്നുള്ള ആളെയാണ് ഇവിടെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നത്. കോൺഗ്രസ്സിന് പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മാറ്റിമറിക്കൽ? നേരത്തെ പറഞ്ഞോണം,
ലൂർദ് പള്ളിയിൽ ഇത്ര പവൻ കൊടുക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ചർച്ച അവസാനിച്ചതാണ്. കാരണം ഒരാൾ വഴിപാട് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് കൊടുക്കും. കോൺഗ്രസ് എല്ലാ കാര്യത്തും പല കാര്യങ്ങളും പ്രചരണമാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി ധ്യാനത്തിനിരിക്കാൻ പോകുന്നുണ്ട്, ധ്യാനത്തിനിരിക്കാൻ പാടില്ലേ ഈ രാജ്യത്ത്? ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾ ജയിക്കുന്നു. ആർക്കും അങ്കലാപ്പ് കോൺഗ്രസിനല്ലേ? കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങി CPM-കാരുടെ വോട്ട് BJP കിട്ടിയിട്ടുണ്ടെന്നാണ് പിറ്റേ ദിവസം കണക്കുകൾ പറഞ്ഞു തുടങ്ങി. അത് മുരളീധരൻ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. എന്താ തോന്നുന്നത്? 100% സത്യമാണത്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത്, ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ രാത്രിയും പിറ്റേ ദിവസങ്ങളൊക്കെ 3-4 ദിവസങ്ങൾ ആശുപത്രികൾ കയറി ഇറങ്ങാനും പ്രതിഷേധ യോഗത്തിന് പോകുന്നതും അടി കിട്ടിയ കോൺഗ്രസ് പ്രവർത്തകരെ ആശ്വസിക്കാൻ പോകുന്നതും പതിവായി ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാഴ്ച, ഒരു സ്ഥലത്തും സാധാരണ അക്രമകാരികളായ CPM-കാർ പിൻവാങ്ങി നിൽക്കുന്നു. ഒരു ഇഷ്യൂ ഒരു സ്ഥലത്തും ഉണ്ടായില്ല എന്നുള്ളത് നല്ല കാര്യം. നമ്മളൊക്കെ 100% നമ്മൾ മനസ്സുകൊണ്ട് അറിയിച്ചത്. പക്ഷേ നമ്മൾ മുൻകാല തിരഞ്ഞെടുപ്പുകൾ കണ്ട ഏറ്റവും മോശകരമായൊരു പ്രവണത, CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാവാറുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഈ തെരഞ്ഞെടുപ്പ് അത് ഉണ്ടായില്ല. CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഡീല് നടന്നുള്ള തെരഞ്ഞെടുപ്പാണ്. ആ ഡീല് പരസ്യമായ രഹസ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ല, ഞാനൊരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വോട്ട് ഇന്ന കക്ഷിക്ക് കൊടുക്കണം എന്ന രീതിയിൽ അതൊക്കെ യാഥാർത്ഥ്യമാകുമോ? അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾക്കുള്ള തൃശ്ശൂരിൻ്റെ പ്രത്യേക സാഹചര്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതിൻ്റെ ഞങ്ങൾക്കുള്ള വിജയപ്രതീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, യഥാർത്ഥ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഈ ഡീലിനെ വെറുക്കുന്നു. അല്ലെ, അങ്ങനെ ഒരു ഡീൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ? അത് പറയാൻ കഴിയുമോ? പറ്റില്ലോ. അതായത് സ്ഥിരമായി ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന, പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന പാർട്ടിയുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളോട് ഞങ്ങളൊരു ഡയറക്ഷൻ കൊടുക്കുകയാണ്, ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മുഴുവൻ നടന്നില്ലെങ്കിൽ പോലും ചെറിയ ശതമാനമൊക്കെ അത് നടക്കും. അതേപോലെ 1275 ബൂത്തുണ്ട് തൃശ്ശൂർ പാർലമെൻറ്റിനകത്ത്. കൃത്യമായി പ്ലാൻ ചെയ്ത് കുറേ സ്ഥലങ്ങളിൽ നടത്താൻ തീരുമാനിച്ചു. എനിക്കിപ്പോഴും അതിലൊരു മനസ്സിലാവുന്നില്ല. ഞാനതിന് കണ്ട ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM നേതാക്കന്മാരുടെ കുറവ് നമ്മൾ ഇഷ്ടം പോലെ കണ്ടു. CPM നേതാക്കന്മാരുടെ കുറവ് നമ്മൾ ഇഷ്ടം പോലെ കണ്ടു. അത് മനസ്സിലായപ്പോൾ സംഭവിച്ചില്ല, സംഭവിക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷെ ഞാൻ ശ്രദ്ധപ്പെട്ട ഒരു കാര്യമാണ്, CPM-ൻ്റെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഫ്രണ്ടിലുണ്ടായി. ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് ആ ഡീലിന് പിന്നിലൊരു ഡീൽ? കൊടകര കുഴൽപ്പണവും കരുവന്നൂർ ബാങ്കും, അതന്നെ ഡീൽ. അതിലാർക്കും അറിയാത്തത്. കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് K. സുരേന്ദ്രൻ 1-ാം പ്രതിയാണ് എന്ന് പറഞ്ഞ പോലീസ് ഒരു പെറ്റി കേസ് അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഒരു കേസുണ്ടായില്ല. കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ. BJP-ക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ കേസിലെ പ്രതി എന്ന് പറയുന്നു. എന്തുകൊണ്ട് കേസെടുത്തില്ല? സ്വാഭാവികമായും ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൻ്റെ കേസിലും തന്നെ സെയിം അവസ്ഥയല്ലേ? കരുവന്നൂർ ബാങ്കിൽ ജയിലിൽ കിടന്നത് പാവപ്പെട്ട കരുവന്നൂർ ബാങ്കിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായ പാവപ്പെട്ട ആളുകളാണ്. അവർ പുറത്തു വന്ന് പറഞ്ഞ കഥയൊക്കെ നമ്മൾ കേട്ടതല്ലേ? കരുവന്നൂർ ബാങ്ക് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലയിലെ സമുന്നതരായ നേതാക്കന്മാരാണ്, ഏറ്റവും ഉയർന്ന നേതാക്കന്മാരാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോടുകൂടി നടത്തിയ വലിയ തട്ടിപ്പാണ്. അത് മൂടി വെക്കണം. ആർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും? അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ചെറിയ കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഇന്ന് കേരളം നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ മരുമകനാണ്. എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് അറിയാതെ എക്സൈസ് വകുപ്പിലെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു റിയാസ്. മദ്യനയം പുതുതായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ ബാറുകാരുടെ കയ്യിൽ നിന്നും 2.5 ലക്ഷം രൂപ വാങ്ങിയെന്ന് അനിമോൻ്റെ സംഭാഷണം വളരെ വ്യക്തമല്ലേ? അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഡ്രൈ ഡേ ഒഴിവാക്കാം, സമയം മാറ്റാം, 12 പേര് ബാർ തുറക്കാം, എവിടെയും ബാർ തുറക്കാം, പുതിയ നയം കൊണ്ടുവരാൻ ശ്രമിക്കും. ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത് ആരാ? രാജേഷ് അല്ല, എക്സൈസ് വകുപ്പ് മന്ത്രി, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ റിയാസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ റാക്കറ്റ് കേരളത്തിലെ എല്ലാ ഇടപാടുകളിലും കക്ഷികളാണ്. കോടാനുകോടി രൂപയുടെ തിരിമറിയും. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡീലിന്റെ കാര്യം പറഞ്ഞല്ലോ ജോസ് വള്ളൂർ, എങ്ങനെയാണ് അതിനെ LDF കാണുന്നത്? വളരെ തെറ്റായ ഒരു ആക്ഷേപം പ്രചരണമാണത്.
ഒരു കാരണവശാലും BJP CPM ഡീല് നടക്കില്ല. കാരണം രണ്ടിനും കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഈ രണ്ട് പാർട്ടികൾ. പിന്നെ നേതാക്കന്മാരെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ ആരാ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള പൊതുപരിപാടികൾ സംഘടിപ്പിച്ച 3 കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പൊതു റാലികളായിരുന്നു അത്. എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ റാലി നടത്തി. എല്ലാ റാലികളിലും എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാർ പങ്കെടുത്ത് പ്രസംഗിച്ചു. സഖാവ് MA ബേബി ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്നു. നമ്മുടെ വൃന്ദാകാരാട്ട് ഇവിടെ വന്നു. നമ്മുടെ വിജയരാഘവനാണ് ഞങ്ങളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്ന് പ്രസംഗിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും CPM-ൻ്റെ CPI-യുടെ എല്ലാ നേതാക്കന്മാരും പബ്ലിക് റാലിയിൽ പ്രസംഗിക്കുകയും റാലി നടത്തുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ. പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം ജോസ് വള്ളൂർ എടുത്തു പറഞ്ഞാൽ കൊടകര കുഴൽപ്പണ കേസ് എന്തായി എന്നുള്ളതാണ്. കൊടകര കള്ളപ്പണ കേസിൽ പോലീസിന്റെ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് പറഞ്ഞു ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസാണ്, ഇത് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസികളാണ്, അത് അത്തരത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ DYSP അത് അന്വേഷിച്ച DYSP അത് റെഫർ ചെയ്ത് കൊടുത്തു. മുന്നോട്ട് കൊണ്ടുപോയില്ല. അത് കൊണ്ടുപോകാത്തത് കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ല. കേരള ഗവൺമെൻറ് കേരളത്തിലെ പോലീസ് കൃത്യമായി അതിൻ്റെ ചുമതല നിർവഹിച്ച് അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കി ഇത് ഇന്നതാണ് കാര്യം, അത് ചെയ്യണം എന്ന് പറഞ്ഞു. ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അത്തരമൊരു കേസ് ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആരാ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടല്ലേ കേന്ദ്ര ഏജൻസികളോട് അന്വേഷിക്കാൻ പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ വന്നല്ലോ, തലങ്കും വിലങ്കും കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നു. അന്വേഷണ ഏജൻസി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ താല്പര്യത്തിന് എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്ന് ശ്രമിച്ചു. അപ്പോൾ ഇടതുപക്ഷവും രാഷ്ട്രീയമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ നിന്നിട്ടുണ്ട്. എന്തായി അന്വേഷണം? യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടി സ്വർണം കൊണ്ടുവന്നു, ആർക്കാണത് കിട്ടിയത്, ആരാണ് അതിൻ്റെ ഗുണഭോക്താവ്, ഇന്നേവരെ പുറത്തു വന്നിട്ടില്ലല്ലോ. അത് പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇതിൽ ബന്ധപ്പെട്ട ആളുകളാണ് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്. അതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എന്തെങ്കിലും രീതിയിൽ മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, കരുവന്നൂര്, ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നു, കരുവന്നൂരിൽ ഉൾപ്പെടുന്ന പുറത്തുശ്ശേരി പഞ്ചായത്ത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. ആ പ്രദേശത്ത് വാർഡ് എണ്ണുമ്പോൾ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരിക്കും അവിടെ ലീഡ് ചെയ്യുന്നത്. കരുവന്നൂരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സഹകരണ സംഘം മാത്രമല്ല, കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി 217 സഹകരണ സംഘങ്ങളിൽ ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നത്, അല്ലാതെ വേറെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചതല്ല. അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഈ 217 ബഹുഭൂരിപക്ഷം വരുന്ന സഹകരണ സംഘങ്ങൾ ആരെയാണെന്നറിയോ? UDF-ൻ്റെ, കോൺഗ്രസിൻ്റെ, BJP-യുടെയും 6-7 സംഘങ്ങൾ അതിനകത്തുണ്ട്, LDF-ൻ്റെ ഉണ്ട്. ഈ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ക്രമക്കേട് നടന്നു കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. ആര് നടത്തിയാലും കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ്. ആ കാര്യത്തിൽ സംബന്ധിച്ച് ചില വരുന്നത് ആ ബാങ്കുമായി ബന്ധമില്ലാത്ത ചില നേതാക്കൾ അതിൽ ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആരോപണം. അല്ല, ബാങ്കുമായി ഞാൻ ഇപ്പോൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ലോണിന് അപേക്ഷ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരാറുണ്ട്, ഒന്ന് ശുപാർശ ചെയ്യണമെന്ന് പറയും. ന്യായമാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറയും. ഞങ്ങൾ ജോസ് പറയില്ലേ, നാഗേഷ് പറയില്ലേ, സാധാരണക്കാരായ ആളുകളെ ഞങ്ങളൊക്കെ സമീപിക്കുന്നത്. ഒരു മകളുടെ കല്യാണത്തിനായിരിക്കാം, അതല്ലെങ്കിൽ വീട് പണിയാനായിരിക്കാം. അതിൻ്റെ അങ്ങേപ്പുറത്തൊക്കെ വല്ല ഇടപെടലും ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ. അവർ കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കുക. അക്കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കരുവന്നൂരിൽ എന്തോ മഹാ അപകടം നടന്നിരിക്കുന്നു, ബാക്കിയെല്ലാം വളരെ സുരക്ഷിതമാണ് എന്ന രീതിയിലേക്ക് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അവിടെ കേന്ദ്ര ഏജൻസി ഒന്നുമില്ലോ, അന്വേഷണം നടത്തിയല്ലോ. അതിനു മുമ്പ് തന്നെ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിലെ തന്നെ പോലീസ് സംവിധാനം അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിൽ സഹകരണ സംഘങ്ങളുടെ പ്രശ്നം എന്താ? നമ്മൾ രാഷ്ട്രീയ താല്പര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പോയതല്ലേ, പണം വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരുണ്ട്, മതിയായ സെക്യൂരിറ്റി ഇല്ലാതെ പണം വായ്പ കൊടുത്ത കേസുകളുണ്ട്. അപ്പോൾ അത്തരം പൈസ തിരിച്ചു വന്നില്ല. നമ്മുടെ എവിടെ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്? ഈ പണം നമ്മുടെ 2016 നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക രംഗത്തുണ്ടായ വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അത് ഈ പറഞ്ഞ സഹകരണ സംഘങ്ങൾ മാത്രമല്ല, മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളും നാഷണലൈസ്ഡ് ബാങ്കുകളും
സ്റ്റേറ്റ് അതല്ലാത്ത നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇത് പറഞ്ഞു വന്നപ്പോൾ പറയാണ്, കരുവന്നൂരിൽ ഇവർ നടത്തിയ രാഷ്ട്രീയ പ്രചരണം ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ, അതായത് പ്രത്യേകിച്ച് CPM-ൻ്റെ, ഞങ്ങൾ അതിൻ്റെ ബോർഡിൽ മെമ്പറായിരുന്ന ആളുകളാണ്. അതിനകത്ത് വഴി വിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. ആ ബാങ്ക് ഇപ്പോൾ പുനഃസംവിധാനം ചെയ്യുകയാണ്. അവിടെ നഷ്ടപ്പെട്ട ആളുകൾ, ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കുന്ന വലിയ നടപടി അവിടെ സ്വീകരിച്ചു. ഇവരെ എല്ലാ ചർച്ചയിലും കൊണ്ടുവന്നിരുത്തിയിരുന്ന ഒരു ജോൺസൺ എന്ന് പറഞ്ഞിട്ട് ഒരാൾ താടി വെച്ചിട്ട്, അയാൾക്കൊരു നയ പൈസ കൊടുക്കാനില്ല, അയാളുടെ കംപ്ലീറ്റ് പൈസ തിരിച്ചു കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ അവിടെ നിരാഹാരം ഇരിക്കുകയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അയാൾക്ക് ഒരു പൈസ കൊടുക്കാനില്ല, അയാളുടെ ഭാര്യയുടെ അനിയത്തിക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് പറഞ്ഞിട്ട് നിരാഹാരം ഇരിക്കാനാണ്. ഞാൻ പറഞ്ഞു അവിടുത്തെ എല്ലാവർക്കും കൊടുക്കുന്നതാണ്, നിങ്ങൾ നിരാഹാരം ഇരിക്കണേ, നിങ്ങൾക്ക് ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ ഇരുന്നോളൂ. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പ്രചരണ ആയുധമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. അതിൽ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പ്രതികളുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കുകയും ജയിലിലടക്കുകയും എന്ത് ചെയ്യുന്നതിനും ഒരാളും എതിരല്ല. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഉള്ള നിലപാടാണ് LDF-ലുള്ളത്. CPI ആ നിലപാട് സ്വീകരിക്കുന്നതാണ്. പിന്നെ ഡീലിനെ കുറിച്ച് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് വരെ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി ED ഓഫീസിൽ ചെല്ലിയിരുന്നല്ലോ. ഡീലുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ വിളിച്ച് അവിടെ ആഴ്ചയിൽ 3 ദിവസം വിളിച്ച് ED ഓഫീസിൽ വിളിച്ചിരുത്തി കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ. ഞാൻ അതിലേക്ക് വരുന്നത്, അതായത് ഈ ദേശീയ തലത്തിൽ തന്നെ BJP-ക്കെതിരെ വരുന്ന ഒരു ആരോപണമാണ്. അത് ദേശീയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും നീക്കുന്നു. അവിടെ BJP-യിലേക്ക് തന്നെ പല ജനപ്രതിനിധികളെയും കൊണ്ടുവരാൻ വേണ്ടി ഇവർ മുഖാന്തിരം ശ്രമിക്കുന്നു. അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് ആരോപണങ്ങളൊക്കെ നിരവധി ഉയരുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഈ കരുവന്നൂരും കൊടകരയുമായി എന്തിനാ സംശയമുള്ളത്? സുപ്രീം കോടതി വരെ പറഞ്ഞല്ലോ ED അതിൻ്റെ അധികാരങ്ങളുടെ പരിധി ലംഘിക്കുന്നു എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പറഞ്ഞല്ലോ. കോടതി പല സർക്കാരുകളെയും വിമർശിച്ചിട്ടുണ്ട്. അല്ലാതെ BJP-നെ മാത്രമൊന്നുമല്ല, ഇടതുപക്ഷത്തിനെ വിമർശിച്ചിട്ടില്ലേ, കോൺഗ്രസിനെ വിമർശിച്ചിട്ടില്ലേ. നമ്മളെ സംബന്ധിച്ച് ED-യെ ദുരുപയോഗം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. കൊടകര കുഴപ്പണൊക്കെ അതൊക്കെ അവസാനിച്ച് പോയ വിഷയമാണ്. K. സുരേന്ദ്രനിൽ പ്രതിയല്ല. K. സുരേന്ദ്രനെതിരായി പിണറായി വിജയൻ ആദ്യമേ മുതൽ ശബരിമല വിഷയം അടക്കം 200 ചില്ലാനം കേസുകളാണ് എടുത്തിട്ടുള്ളത് K. സുരേന്ദ്രനെതിരായിട്ട്. ആ K. സുരേന്ദ്രനെതിരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ പിണറായി വിജയൻ്റെ കേസ് അവിടെ ഒതുക്കി തീർക്കാമെന്ന് ഒരു ഭാഗത്ത് ഇവർ പറയാം. അത് കഴിഞ്ഞ് പിണറായി വിജയൻ്റെ പാർട്ടിയായിട്ട് ഡീലാണെന്ന് പറയാം. ഇത് കോൺഗ്രസിന് വിരൽ പിടിച്ച മുരളീധരൻ തന്നെ ഏകദേശം 300 ബൂത്തിലെ ആളുണ്ടായില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ശശി തരൂർ അവിടെയും സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച 11 മണി വരെ 2 കൂട്ടർ അവകാശവാദം ഉന്നയിക്കും. ഞങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വേദി അടക്കം ഞങ്ങൾ ഏകദേശം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. 100% ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. 3 സീറ്റെങ്കിലും കേരളത്തിൽ ഞങ്ങളുണ്ടാവും. 5 സീറ്റെങ്കിലും ഞങ്ങൾ 2ാം സ്ഥാനത്ത് വരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുവരെയുള്ള കണക്കുകൾ ഇവർ എങ്ങനെ വേണമെങ്കിൽ പെരുപ്പിച്ചോട്ടെ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്ത അഹങ്കാരിയാന്നൊക്കെ പറഞ്ഞില്ലേ, എന്തിനാ പേടിയില്ലെങ്കിൽ വടകര നിന്ന് ആളെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താ? പത്മജ ഒന്നുമല്ല എന്ന് പറഞ്ഞ ആളുകൾ എന്തിനു സ്ഥാനാർത്ഥിനെ മാറ്റി? പ്രതാപന് ഇഷ്ടമുണ്ടായില്ല ആദ്യം, അത് നിയമസഭയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ പ്രതാപൻ എല്ലാ സ്ഥലത്തും കാശിറക്കി പോസ്റ്റ് ഒട്ടിക്കലും പരിപാടിയും കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് പേടിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഡീൽ ഉറപ്പിച്ചു. ഇതൊക്കെ വിളിച്ചു പറയേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയണ്ടേ? ഞാൻ വരുന്ന പുതുക്കാട് മണ്ഡലത്തിൽ നിന്നാണ്. നിങ്ങൾ വോട്ടെണ്ണുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയാം, LDF-ന് ആധിപത്യമുള്ള മണ്ഡലമാണ് പുതുക്കാട് മണ്ഡലം. അവിടെ ഈ തവണ ലീഡ് ചെയ്യാൻ പോകുന്നത് BJP-യാണ്. ഇനി അത് LDF ആയിട്ട് ധാരണ 4-ാം തീയതി നമുക്ക് ഇനിയിപ്പോൾ മണിക്കൂറുകളല്ലേ ഉള്ളൂ. അല്ല, യാതൊരു സംശയം വേണ്ട. നാട്ടിക മണ്ഡലം LDF-ന്റെ ശക്തി കേന്ദ്ര, അവിടെ ലീഡ് ചെയ്യാൻ പോകുന്നത് BJP-യാണ്. കഴിഞ്ഞ ലോക്സഭയ്ക്ക് 4000 വോട്ടിൻ്റെ വ്യത്യാസമാണ് നാട്ടിക മണ്ഡലത്തിൽ, 6000 വോട്ടിൻ്റെ വ്യത്യാസമാണ് പുതുക്കാട് മണ്ഡലത്തിൽ. ഞാൻ പറയുന്നത് കേരളത്തിലെവിടെയും തൃശ്ശൂരിനെ പോലെ ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കില്ലേ? തൃശ്ശൂരിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പത്തനംതിട്ട ആറ്റിങ്ങൽ അത്ഭുതം സംഭവിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്. അതിശക്തമായ മത്സരം 10ഓളം മണ്ഡലങ്ങളിൽ ശക്തമായി BJP മത്സരം നടത്തിയിരുന്നത് EP ജയരാജൻ തന്നെ സംഭവിച്ചല്ലേ. ഇതേവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJP അംഗീകരിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. അതേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ 2ാം നേതാവ് എന്നറിയപ്പെടുന്ന ആൾ പറഞ്ഞ് കേരളത്തിൽ ഏകദേശം പകുതി സീറ്റ് BJP ആയിട്ടാണ് മത്സരം എന്ന് പറഞ്ഞത്. ഞാൻ ജോസ് വള്ളൂരിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണത്തിൽ മുരളീധരൻ തന്നെ പറഞ്ഞതായി പറയുന്നു, എനിക്കിവിടെ വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല, അല്ലെങ്കിൽ TN നേരത്തെ മത്സരിക്കാൻ നിന്നൊരു സ്ഥലത്ത് അങ്ങനെ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനത്തെ ഒരു വിഷയമില്ല. പിന്നെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് CPI അല്ലേ, BJPയുടെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് BJP അല്ലേ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലേ. ഇവിടെ ആലപ്പുഴയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഒരു നിയോജകമണ്ഡലം. 2019 സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അന്നും കേരളത്തിൽ ഇടതുപക്ഷം തന്നെ ഭരിക്കുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾക്ക് ഈ 7 അസംബ്ലി നിയമത്തിൽ ഞങ്ങൾക്ക് MLA അന്നും ഉണ്ടായില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യം 19 സീറ്റും നമ്മൾ വലിയ വിജയം പിടിച്ചു. ആലപ്പുഴ മാത്രമാണ് പരാജയപ്പെട്ടത്. ഇത്തവണ ആലപ്പുഴയും കൂടെ നമ്മൾ പിടിക്കാൻ തീരുമാനിച്ച് 20 സീറ്റും 2020 എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറഞ്ഞ കാര്യമില്ല. 4-ാം തീയതി അറിയാം, എല്ലാവരും 4-ാം തീയതി പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആലപ്പുഴ ഉൾപ്പെടെ കേരളത്തിലെ 20 സീറ്റിലും UDF ജയിക്കും, ഒരു സംശയവും വേണ്ട. പിന്നെ ഡീല് നടന്നിട്ടുണ്ടോ ഡീല് നടന്നിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് 4-ാം തീയതി അറിയാം. 4-ാം തീയതി വോട്ടിൻ്റെ പാറ്റേൺ കണ്ടറിയാൻ പറ്റും. അതുകൊണ്ടാണ് 39ാമത്തെ തവണ മാറ്റിവെച്ച ലാവ്ലിംഗ് കേസ് 40ാമത്തെ തവണ മാറ്റിവെച്ചത്. ഇനി ലാവ്ലിംഗ് കേസ് മാറ്റി വയ്ക്കുമോ, 4-ാം തീയതിക്ക് ശേഷം മാറ്റി വയ്ക്കുമോ, നമുക്ക് കാണാം. ഇനി ഈ കേസിലൊക്കെ തീരുമാനം ഉണ്ടാവും, നമുക്ക് കാണാം. കൃത്യമായി ഈ പറയുന്ന വോട്ടിങ്ങിൻ്റെ പാറ്റേൺ കണ്ടാൽ അറിയാൻ പറ്റും എവിടെയാണ് കള്ളക്കളി നടന്നിട്ടുള്ളത്, എവിടെയാണ് ക്രോസ് വോട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം. അത് നമുക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ 1% പോലും ഞങ്ങൾ നുണ പറയുന്ന കാര്യമില്ല. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ കരുവന്നൂർ ബാങ്ക് ഇഷ്യൂ ഒക്കെ വളരെ നിസ്സാരവൽക്കരിച്ചിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അവിടെ ഇതൊക്കെ സമ്മതിക്കുന്നു. പണം നിക്ഷേപിച്ച നിക്ഷേപകരെ സംബന്ധിച്ച് വർഷങ്ങളായി അവർ കാത്തിരിക്കല്ലേ, എന്തുകൊണ്ടാണ് പൈസ കൊടുക്കാത്തത്? എന്താണ് സർക്കാർ ഇടപെടാത്തത്? എന്താണ് ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾക്ക് അവരുടെ പേഴ്സണലായി അവരുടെ ഭൂമി അറ്റാച്ച് ചെയ്ത് ഈ പൈസ വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ട് ചെയ്യാത്തത്? ഇനി കരുവന്നൂർ കഴിഞ്ഞപ്പോൾ മൂസ്പെറ്റ് വന്നില്ലേ, മൂസ്പെറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടല്ലൂർ വന്നില്ലേ, കുട്ടല്ലൂർ കഴിഞ്ഞപ്പോൾ അയ്യന്തോൾ വന്നില്ലേ, അയ്യന്തോൾ കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ വന്നില്ലേ. ഇതിനിടയിൽ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംഘത്തിലുണ്ടായിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാര്യം കോൺഗ്രസ് BJPയോ CPIയോ CPM ആര് ഭരിച്ചാലും നിക്ഷേപകരെ സംബന്ധിച്ച്, സഹകാരികളെ സംബന്ധിച്ച്, പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു പൈസ പോലും പോകാൻ പാടില്ല. തീരുമാനം ഉണ്ടാകുന്നില്ല, സെറ്റിൽമെൻ്റാണ്. മൂസ്പെറ്റിലെ സഖാവ് റോയി എന്താണ് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത്? കോൺഗ്രസ്സുകാർ പിഴപ്പിച്ചിട്ടൊന്നുമല്ലല്ലോ, BJPക്കാർ പോയിട്ട് മർദ്ദിച്ചിട്ടുമല്ല. സഖാവ് റോയി കത്തെഴുതി വെച്ച് എന്താ കത്തിലെ വാചകം? ഒരുപക്ഷെ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും, എനിക്ക് ജയിലിൽ കിടക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. എഴുതി വെച്ചത് സഖാവ് റോയിയാണ്, മൂസ്പെറ്റ് ബാങ്കിലെ ഡയറക്ടറാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തട്ടിപ്പ്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള തട്ടിപ്പുകളൊക്കെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരുടെ അറിവോടുകൂടി അവരൊക്കെ അടിച്ചു മാറ്റിയ സംഖ്യയാണ്. ഇതിൽ കളവ് നടത്തിയ ആളുകൾ ആരാണെങ്കിലും കളവ് നടത്തിയവരെ പിടിച്ചുകൊണ്ടുവന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനും അവരുടെ മുതൽ കണ്ടുകെട്ടാനും കഴിയാവുന്നതാണ്. ചെയ്യുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യം പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തിൽ ശിവശങ്കർ ഇപ്പോൾ ജയിലിൽ കിടക്കല്ലേ? ഇത്ര മാസമായി അദ്ദേഹം ജയിലിൽ കിടക്കണം, എന്തായാലും ശിക്ഷിച്ചില്ല എന്ന് പറയുന്നത്. അപ്പം ഇതിലൊരു കാര്യം വളരെ വ്യക്തമാണ്. ഉന്നതമായ മേഖലകളിൽ ഉന്നതരായ നേതാക്കന്മാരൊക്കെ തമ്മിൽ ചില ധാരണകൾ ഉണ്ടാവുന്നുണ്ട്. ആ ധാരണയുടെ തൃശ്ശൂർ ജില്ലയിൽ ഒന്നാമത്തെ ഒരു എക്സാമ്പിളാണ് ഏറ്റവും വിവാദമായ കൊടകര കുഴൽപ്പണ കേസ്. കൊടകര കുഴൽപ്പണ കേസ് കഴിഞ്ഞു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട നാഗേഷ്. എങ്ങനെയത് കഴിയണേ? ഇത്രയും വലിയ കോടികളുടെ ഒരു ഇടപാട് എങ്ങനെ കഴിയുക? സംസ്ഥാന സർക്കാരിന് കേസെടുക്കാൻ അവകാശമില്ലെന്ന് ആരോടത് പറയുന്നത്? ഇത്രയും വലിയ സംഖ്യ കാറിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു വിവാദം, ഇത്രയും വലിയ സംഖ്യയുടെ ഒരു ഇടപാട് നടന്നിട്ട് കേസെടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കണമെന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം. അതും ലാവ്ലിംഗ് കേസൊക്കെ തമ്മിൽ ബന്ധങ്ങളുണ്ട്. കരുവന്നൂർ കേസിലും അത് തന്നെ, മുഖ്യമന്ത്രി മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ. അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ കൃത്യമായി ഇതിൽ ധാരണകൾ ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടും. ഞങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിൽ വള്ളൂർ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ BJP ശക്തമായി ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് ഇതിൽ തന്നെ പല നേതാക്കന്മാരും പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിലും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? അല്ല, തൃശ്ശൂരിൽ BJP വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ് തൃശ്ശൂർ. ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വോട്ടിൻ്റെ കണക്കൊക്കെ നാട്ടികയിലും പുതുക്കാടും LDFനേക്കാൾ BJP ലീഡ് ചെയ്യുന്നൊക്കെ പറയുന്നത് അസംഭാവികമായൊരു കാര്യമാണ്. അതൊരു കാരണവശാലും ഉണ്ടാകാൻ പോകുന്നതല്ല. നമുക്ക് 4-ാം തീയതി വോട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഇവർ 19 വോട്ടിൻ്റെ കണക്കിനെ വെച്ചിട്ടാണ് ഈ പറയുന്നത്. 19 വോട്ടിൽ 2000 വോട്ടാണ് UDFൽ നിന്ന് LDF കുറവുള്ളത് നാട്ടികയിൽ. ഞങ്ങളിൽ നിന്ന് 2000 വോട്ടാണ് BJP കുറവുള്ളത്. 4000ൻ്റെ കണക്ക് പറഞ്ഞ് ശരിയാ. 2019 ശേഷം 2 തെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിൻ്റെ കണക്ക് നാഗേഷ് പരിശോധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതിലെ നാട്ടികയുടെ സ്ഥിതി എന്താ? തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥിതി എന്താ?
3,21,000 വോട്ടാണ് കഴിഞ്ഞ തവണ രാജാജിക്ക് കിട്ടിയത്. ഏറ്റവും രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറകിൽ പോയൊരു തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പ്. പലവിധ കാരണങ്ങളാൽ പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ സമാഹരിക്കാൻ അന്ന് UDF സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടിൽ തന്നെ ഒരു വലിയ ശതമാനം വോട്ട് ശബരിമല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തിരിച്ചു വരികയല്ലേ ചെയ്തത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തൃശ്ശൂർ പാർലമെൻറ്റിൽ വോട്ടിംഗ് ശേഷി എത്രയാണെന്ന് വിചാരിച്ച് 4,81,000 വോട്ടാണ്. 3,21,000 നിന്നാണ് 4,81,000 വോട്ടിലേക്ക് ഞങ്ങൾ ഉയർന്നത്. സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞതുപോലെ 2,93,000 വോട്ട് കഴിഞ്ഞ മത്സരത്തിൽ ലഭിച്ചു. ശരിയാ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് കുറേ ചെയ്തത്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആകെ എടുക്കുമ്പോൾ 2,21,000 മറ്റുമാണ് BJPയുടെ വോട്ട്. BJP മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചില അസംബ്ലി മണ്ഡലങ്ങളിൽ അവരുടെ സംഘടനാ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതൊരു ശരിയാ. പക്ഷേ ആ സ്വാധീനം കൊണ്ട് വിജയിക്കാൻ കഴിയുന്നതല്ല തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ നിർണായക സ്വാധീനമുള്ള നാട്ടികയിലും പുതുക്കാടും മണലൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുമെന്ന് പറയുന്നത് ഒരാൾക്ക് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞൊരു വരിയിൽ നിന്ന് എടുത്ത് ചോദിക്കുകയാണ്. 2019 ന്യൂനപക്ഷ വോട്ടുകൾ വളരെയധികം UDF സഹായിച്ചു എന്ന് പറയുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വോട്ടിംഗ് ശേഷി എന്ന് പറയുന്നത് അതിൻ്റെ കേഡർ വോട്ടാണ്, സംഘടന വോട്ടാണ്. LDF കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്നൊരു വലിയ ജനസമൂഹമുണ്ട്. ഞങ്ങൾ പലപ്പോഴും അങ്ങനെ ന്യൂനപക്ഷം അല്ലെങ്കിൽ മതപരമായി ജാതീയമായിട്ടുള്ള രീതിയിലല്ല അതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ UDF കേരളത്തിൽ തന്നെ കഴിഞ്ഞ തവണത്തെ വോട്ട് കഴിഞ്ഞപ്പോൾ 19 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ TM പ്രതാപൻ നടത്തിയൊരു പത്രസമ്മേളനമുണ്ട്. ജോസിന് ഓർമ്മ ഉണ്ടാവും. ജയിക്കുക എന്ന് പറയുകയാണ്, ജയിക്കുന്നതിൽ വളരെ വളരെ പരിഭ്രാന്തി ഉണ്ടായിരുന്ന ആളാണ് TM പ്രതാപൻ. ജയിക്കുകയാണെങ്കിൽ തന്നെ കൂടിയാൽ 10-15,000 വോട്ടിന് ജയിക്കുന്നതാണ് അദ്ദേഹം അന്ന് പത്രക്കാരോട് പറഞ്ഞത്. കാരണം ഇവർക്ക് പോലും അറിയില്ല കേരളത്തിൽ ഇത്രയും വലിയ ഒരു അടിയൊഴുക്ക് നടന്നിട്ടുണ്ട് എന്ന കാര്യം. അവിടെയാണ് 19 സീറ്റിൽ UDF ജയിക്കണത്. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ തോതിൽ UDF പോയി. കാരണം BJP കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വരാൻ പോകുന്നു എന്ന പ്രചരണമാണ് ഇവർ അഴിച്ചുവിടാൻ ശ്രമിച്ചത്. അത് നല്ലതുപോലെ ന്യൂനപക്ഷ വോട്ടർമാരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തി. അത് വോട്ടിൽ പ്രതിഫലിച്ചു. ഇവർ പോലും പ്രതീക്ഷിക്കാതെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനല്ലേ രമ്യ ഹരിദാസ് ജയിക്കുന്നത്. പാലക്കാട് എന്ന് പറയുന്നത് ഒരു കാലത്തും തോൽക്കാത്ത സീറ്റ് തോറ്റത് അങ്ങനെയാണ്. ആ 19 രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ 24 രാഷ്ട്രീയ സാഹചര്യം എന്ന് ആർക്കും രാഷ്ട്രീയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇവർ ഈ TM പ്രതാപൻ വളരെ മെച്ചപ്പെട്ട MP ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെന്തിനാ മാറ്റേണ്ട കാര്യം ഉണ്ടായത്? ഇവർ മാറ്റിയത് ആർക്കും വേണമെങ്കിൽ മത്സരിക്കുകയൊക്കെ ചെയ്യാം. മുരളീധരൻ വരനോടൊന്നും ഞങ്ങൾക്ക് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ആ മാറ്റിയതിനെ സംബന്ധിച്ച് എന്താ അവർക്ക് പറയാനുള്ളത്? അല്ല, രാജാജി മാത്യു സിറ്റിംഗ് MP അല്ല. അദ്ദേഹം മത്സരിച്ചു തോറ്റ ആളാണ്. മത്സരിച്ചു തോറ്റ ആൾ തന്നെ മത്സരിക്കുന്നത് എവിടെയും നിർബന്ധമല്ല. പക്ഷെ ഇതല്ല. ഇത് TM പ്രതാപൻ സ്ഥാനാർത്ഥിയാണെന്നും സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്ന് മത്സരിക്കട്ടെ, ഞാൻ നേരിട്ട് കൊള്ളാമെന്ന് നെഞ്ചത്ത് അടിച്ച് ഇവിടെ പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞ ആളല്ലേ അങ്ങനെ പറഞ്ഞ ഒരാളെ എന്തിനാ മാറ്റിയത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആദ്യം VS സുനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ TM പ്രതാപൻ മത്സരിച്ച് കഴിഞ്ഞാൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്നത് കോൺഗ്രസിനകത്ത് തന്നെ ചർച്ച നടന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് ജോസ് വള്ളൂർ അംഗീകരിച്ചോളന്നില്ല. TM പ്രതാപൻ മത്സരിച്ചാൽ വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് കണ്ടപ്പോൾ അതിനെ മാറ്റണം. പിന്നെ ഇവർ സമവാക്യമൊക്കെ പറയുന്നുണ്ട്. ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ മറ്റേ KC വേണുഗോപാലിനെ അവിടെ മത്സരിപ്പിച്ചു. അപ്പോൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വേണം. അതിനുവേണ്ടി വയനാട് വടകരയിൽ മുസ്ലിം കാൻഡിഡേറ്റ് വെച്ചു. അപ്പോൾ K മുരളീധരനെ അജയ്യനായ മുരളീധരൻ എന്താ ജയ്യനായ മുരളീധരൻ തന്നെ ഇവിടെ 11,000 വോട്ടിന് VV രാഘവനോട് തോറ്റാളാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാജഗോപാലിൻ്റെ സീറ്റ് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി മത്സരിച്ചതല്ലേ. അവിടെ പോയി നേമത്ത് പോയിട്ട് മത്സരിച്ചിട്ട് പരാജയറ്റു അങ്ങല്ലേ. ജയിച്ചത് അവിടെ LDF ആണ്. ജയിച്ചോടത്ത് കുറവാണ്. അപ്പോൾ ഇദ്ദേഹം മന്ത്രിയായിട്ട് തോറ്റ ഏക കാൻഡിഡേറ്റ് നമ്മുടെ K മുരളീധരനാണ്.
ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കാനൊന്നല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ സമന്നതനായ നേതാവ് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് പരാജയം മുന്നിൽ നിർത്തി കണ്ടുകൊണ്ട് BJP LDF CPM ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. അത്തരം കണക്കുകളൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ വരുന്ന 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ കൃത്യമായിട്ട് ഞാൻ വളരെ പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഒന്ന് പറയണം. ഈ ന്യൂനപക്ഷ സമവാക്യങ്ങൾ, ന്യൂനപക്ഷമല്ല, ഈ സമവാക്യങ്ങളുണ്ടല്ലോ ചില മണ്ഡലങ്ങളിൽ ചില കക്ഷികൾക്ക്, ചില മതവിഭാഗങ്ങൾക്ക് ആ ഒരു സമവാക്യം ഇടതിലും UDF-ലും ഉണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അത് എത്രത്തോളം അത് ന്യായീകരിക്കാവുന്നതാണ് ഇങ്ങനെ ഈ പറഞ്ഞതിൽ നിന്ന് ശേഷം അതിൽ പറയാം. ആദ്യമായിട്ട് ഇവർ മുരളീധരനെ എന്തിനാണ് ഭയപ്പെടുന്നതാണ് എൻ്റെ ചോദ്യം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും എന്താ പ്രശ്നം? എന്തിനാ മുരളീധരനെ ഭയപ്പെടണേ? അപ്പോൾ ഭയപ്പെടുന്നതിന് കാര്യമുണ്ട്. കാരണം മുരളീധരൻ എവിടെ പോയി മത്സരിച്ചാലും വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ്. വട്ടിയൂർക്കാവ് തെളിയിച്ചതാണ്. വടകരയിൽ ഒരിക്കലും ജയിക്കാത്ത സ്ഥലമല്ലേ വടകര. വടകരയിൽ അദ്ദേഹം വലിയ വിജയം നേടിയതാണ്. കഴിഞ്ഞ തവണ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് മുരളീധരനാണ്. BJPക്ക് ഒരു MLA ഉണ്ടായിരുന്ന നേമത്ത്. ആ നേമം സീറ്റിൽ മുരളീധരൻ പോയി മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അവിടെ മത്സരിക്കുമ്പോൾ അറിയാലോ BJP മറ്റേ മുരളീധരൻ ജയിക്കും. ഒന്ന് ഇടപെട്ടോട്ടെ, അവിടെ ഒരു BJP MLA ഉണ്ടാക്കി കൊടുത്തതും UDF-ന് വേണ്ടി. ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ മുരളീധരനുള്ള പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മുൻപ് 25 കൊല്ലം മുമ്പ് മുരളി മത്സരിച്ചപ്പോൾ തോറ്റു. ഇവിടെ തോൽക്കാത്തവരാരാ? ഇപ്പം സുരേഷ് ഗോപി എത്ര തവണ തോറ്റാളാ? VV രാഘവൻ തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. KP രാജനോട് മത്സരിച്ച് തോറ്റിട്ടില്ലേ? അപ്പം ഇതൊക്കെ സ്വാഭാവികം. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ സമീപകാലത്തായി K മുരളീധരനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ അതികായകനായ ഒരു വലിയ നേതാവ് എവിടെ മത്സരിച്ചാലും അത് എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിൽ പോലും ആ പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ തൃശ്ശൂർ വന്നപ്പോൾ ഭയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൂടി ഒന്ന് കൂട്ടി പറയണം. ആ സമവാക്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മേഖലയിൽ ഹിന്ദു കക്ഷികൾക്ക് 2 സീറ്റുകൾ കൊടുക്കുന്നു. അപ്പോൾ അതിന് സമവാക്യം എന്ന നിലയിൽ മറ്റൊരു ക്രൈസ്തവ സ്വാധീനമുള്ള മേഖലയിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി, ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. അല്ല, ആ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി എല്ലാവരുടെയും ലക്ഷ്യം. അതെല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജയിക്കാൻ ആവശ്യമായ ചില സംവിധാനങ്ങളൊക്കെ ചെയ്യും. അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് നുണ പറയുന്നതാണ്. ഞാൻ പറഞ്ഞാൽ ആര് പറഞ്ഞാലും നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഇവിടെ BS സുനിൽകുമാറിനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി? വിജയിക്കാൻ സാധ്യതയുള്ള CPIയുടെ അവരുടെ കണക്കുകൂട്ടലിൽ ഇവിടെ CPIക്ക് ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരാൾ VS സുനിൽകുമാറാണെന്ന് അവർക്ക് ധാരണയുണ്ട്. അത് മുൻകാല പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ്. ഇതിനേക്കാൾ യോഗ്യതയുള്ള സീറ്റ് ആഗ്രഹിച്ച KP രാജേന്ദ്രൻ, സീറ്റ് ആഗ്രഹിച്ച രാജാജി മാത്യു, സീറ്റ് ആഗ്രഹിച്ച പലരും CPIയിലുണ്ടായിരുന്നല്ലോ. എന്താ അവർക്ക് സീറ്റ് കിട്ടാൻ? ഞാനതിനെ വിമർശിക്കില്ല. കാരണം അത് പാർട്ടിയുടെ അവരുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. നമുക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ വിന്നിങ് ചാൻസാണ് നോക്കുന്നത്. വിന്നിങ് ചാൻസ് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി, എന്തുകൊണ്ട് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു, എന്തുകൊണ്ട് ഹൈന്ദവ കമ്മ്യൂണിറ്റി ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ വ്യത്യാസം വരുന്നു എന്നൊക്കെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ആലോചിച്ചറിയാവുന്ന കാര്യം. സമീപകാലത്തായി ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും അപകടകരമായൊരു സാഹചര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്ന, ഇല്ലാതാക്കുന്ന, പ്രത്യേകിച്ച് മണിപ്പൂരൊക്കെ നടന്ന കാര്യങ്ങൾ നമുക്കൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിഷയങ്ങളില്ല. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എടുക്കുന്ന സമീപനം ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് ജനം തിരിച്ചറിയാണ്. ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ പലായനം ചെയ്യാണ്, നാട് വിട്ട് ഓടിപ്പോവാണ്. ഇന്ത്യയിലാണ് നടക്കുന്നത്. സ്വാഭാവികമായും എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും മനസ്സിനകത്ത് വലിയ ഭീതിയുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ രാജ്യത്ത്? അതുകൊണ്ട് BJP ഒഴിവാക്കണമെന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിന് ആഗ്രഹമാണ്. ഇപ്പൊ അവസാനം കൊണ്ടുവന്ന ഓരോ തീരുമാനങ്ങളും ഇന്ത്യൻ ജനതയ്ക്ക് അനുകൂലമല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളല്ലേ. നാഗേഷ് മറുപടി അറിയാം. ഒപ്പം തന്നെ ശ്രീ വത്സരാജ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ, അവിടെയുള്ള കണക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമുള്ള അത് ചെറിയ വ്യത്യാസമല്ല, വലിയ രീതിയിലുള്ള വ്യത്യാസമാണ്. ഇനിയിപ്പോൾ UDF ആണെങ്കിലും NDA ആണെങ്കിലും LDF ആണെങ്കിലും കണക്ക് കൂട്ടുമ്പോൾ അതിനെങ്ങനെ മറികടന്ന് മുന്നോട്ട് വരും? അതിൽ എന്താണ് ഈ കാതലായിട്ടുള്ളൊരു മാറ്റം തൃശ്ശൂരിൽ മാത്രം പ്രത്യേകമായി കാണുന്നത്? തൃശ്ശൂരിൽ മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ച് EP ജയരാജനെ പോലുള്ള ആളുകളടക്കം കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രകടനത്തെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. തൃശ്ശൂരിൽ വളരെ നേരത്തെ പറഞ്ഞില്ല, മുരളീധരൻ ആർക്ക് പേടിയുണ്ടെന്ന് പറയണത്? മുരളീധരൻ എല്ലായിടത്തും ജയിക്കുന്നില്ല. ആദ്യമായി കേരളത്തിലൊരു മന്ത്രി തോറ്റത് മുരളീധരനാണ്. പിന്നെ അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നാണ് പറയണത്. എവിടെ?
അവിടെ 3-ാം തീയതി പോയിട്ട് അക്കൗണ്ട് പൂട്ടിച്ചു എന്നാണ് പറയുന്നത്. അത് ഏതാൾക്ക് ഈ 8 കാലി മൂഞ്ഞിൻ്റെ കഥ പറഞ്ഞ മതിയാ. ഏതെങ്കിലും ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. എന്തിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ആരാണ് കണക്ക് നോക്കിയിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് BJP ധാരണയുണ്ടെന്ന് എന്താ പറയാൻ കാരണം? പ്രതാപൻ നേരത്തെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രിനെ വെല്ലുവിളിക്കുന്നു, അമിത്ഷാനെ വെല്ലുവിളിക്കുന്നു മത്സരിക്കാൻ. അങ്ങനെയാണെങ്കിൽ പ്രതാപൻ എന്തിനാണ് ഇവിടുന്ന് മാറിയത്? പ്രതാപൻ എന്തിനാണ് മാറ്റിയത്? പ്രതാപൻ എന്തുകൊണ്ട് മാറ്റാൻ ഇവർ തയ്യാറായി? അല്ലാണ്ട് മുരളീധരൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് പ്രത്യേകതയുണ്ട്? ഒരു വട്ടിയൂർക്കാവിലും വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചിട്ടുണ്ട് വടകരയിൽ. അല്ലാണ്ട് മുരളീധരൻ ആദ്യമായിട്ട് ജയിച്ച സ്ഥലമല്ല വടകര. BJPനെ സംബന്ധിച്ച് ഈ തവണ ശക്തമായ മത്സരം കേരളത്തിൽ അതിശക്തരായ സ്ഥാനാർത്ഥികളാണ് നിർത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഇന്ന് മണിപ്പൂരും ഇതൊക്കെ നമുക്ക് 4-ാം തീയതി കഴിഞ്ഞാൽ ഇതൊക്കെ അവസാനിക്കാൻ പോവാണ്. കാരണം ഇവർ നരേന്ദ്രമോദി എന്നൊക്കെ ഇലക്ഷൻ മത്സരിക്കും, BJP മത്സരിക്കുമ്പോൾ എല്ലാ സ്ഥലവും BJP അമ്പപരാജയമായി. ഇപ്പോൾ നിങ്ങൾ എല്ലാ മീഡിയയിലും നിങ്ങൾ നോക്കിക്കോ, BJP പരാജയപ്പെടുകയാണ്. പക്ഷേ മധ്യപ്രദേശ് BJP പോവും, രാജസ്ഥാൻ BJP പോവും, ഗുജറാത്ത് BJP പോവും. ഇത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പറയാം അവിടെ മറ്റേ വികാരം ആളിക്കത്തി. ഇനിയിപ്പോൾ 4-ാം തീയതി ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നാൽ ഇവർ നേരത്തെ കഴിഞ്ഞ് അത് 400-ന് താഴെ 398 പറയും, പറഞ്ഞാലും 2 സീറ്റ് കുറഞ്ഞു എന്ന് പറയും. കഴിഞ്ഞ തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ഇവിടെ കോൺഗ്രസിന് മുൻതൂക്കം കിട്ടാൻ കാരണം എന്താ? ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണെന്നുള്ള കപടമായി അത് എല്ലാ മേഖലയിലും അടിച്ചുവിട്ടു. ആ ശബരിമല ഇഷ്യൂ LDFനുള്ള എതിരായുള്ള വികാരം അത് കോൺഗ്രസിന് വോട്ടാക്കി മാറ്റാനായിട്ട് കഴിഞ്ഞ തവണ സാധിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞു. ഈ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ യു പിയിൽ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 62, 75 ഒട്ടും കുറയില്ല. 4-ാം തീയതി വള്ളൂർ അടക്കമുള്ള ആളുകൾ എഴുതി വെച്ചോട്ടെ. ഗുജറാത്തിലും മധ്യപ്രദേശിലും അവിടെ ആളുകൾ നിറഞ്ഞിട്ട് കോൺഗ്രസിൽ നിന്ന് ഞാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇത് കഴിഞ്ഞാൽ അറിയാം. കാരണം ഞാൻ അത്ര അവിടെ ഗ്രാഹ്യമല്ല. കാരണം കോൺഗ്രസ്സിൽ എത്ര ആളുകളാണ് വള്ളൂരിലേക്ക് വരികയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ നമുക്കറിയാമല്ലോ, കോൺഗ്രസിൽ നിന്നാണ് ഭൂരിഭാഗം പേരും പോകുന്നത്. ഇന്നത്തെ കോൺഗ്രസ് നാളെ ഞങ്ങളുടെ ആളെന്നാണ് അവർ പറയുന്നത്. ഭാഗ്യാന്വേഷികളായ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതിപ്പോൾ എല്ലാ പാർട്ടിയിലുള്ളതല്ലേ. ഇപ്പോൾ CPM നിന്ന് ഒരാളുകൾ പോയി, അബ്ദുള്ളക്കുട്ടി പോയില്ലേ, വിശ്വനാഥൻ മേനോൻ പോയില്ലേ, അൽഫോൺസ് കണ്ണന്താനം പോയില്ലേ, അയാൾ MLA ആകുമ്പോഴല്ലേ പോയേ. ഇപ്പോൾ BJP നിന്ന് ഒരാൾ, ഇതൊക്കെ BJP ആളുകൾ ഇങ്ങോട്ട് ചാടുന്നു, ഇവിടുന്ന് കുറേ ആൾ അങ്ങോട്ട് പോകണം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യാന്വേഷികളായ ആളുകൾ, ആർത്തി മൂത്ത ആളുകളൊക്കെ ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ പത്മജ പോയി, ഒരാളെ, രണ്ടാമതൊരാളെ സ്വന്തം നിഴലിനെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അങ്ങനെയല്ല നമ്മൾ വിലയിരുത്തണ്ടേ. അപ്പോൾ പഞ്ചാബ് ഗവർണറാക്കാന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊക്കെ ഭ്രമം പൂണ്ട് നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ പോവും. എന്തുണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണ്ടേ. അതിന് ശേഷം എന്തുണ്ടായി, കൂടെ ആരും പോകാണ്ടായി, അത് പരിശോധിക്കണ്ടേ. അപ്പോൾ കോൺഗ്രസിനകത്ത് വർഷങ്ങളോ നിന്ന് പ്രവർത്തിച്ച് മുഖ്യമന്ത്രിമാരായിരുന്നവർ, കേന്ദ്രമന്ത്രിമാരായിരുന്നവർ, വലിയ പദവികൾ വഹിച്ചവരൊക്കെ അവസാന കാലത്ത് വീണ്ടും അവർ പദവിയിലിരുന്ന് മരിക്കണം ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നടന്നു വരില്ല. അപ്പോൾ സ്വാഭാവികമായി അവരൊക്കെ ഭാഗ്യാന്വേഷികളായ ആളുകളൊക്കെ പോകും. അതിനിപ്പോൾ നമ്മൾ ഒരു തരത്തിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നും നമ്മളെ കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ പുതിയ മുന്നേറ്റം ഇന്ത്യയിൽ അങ്ങോളമങ്ങളും ഉണ്ടായിട്ട് അത് കാണാതെ പോകാൻ പറ്റില്ല. എന്തുകൊണ്ട് BJP ഭയപ്പെടുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഭയപ്പെടാത്ത BJP ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടായിരുന്നുള്ള കാര്യം 4-ാം തീയതി നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇത് കർഷക സമരം നടക്കുമ്പോഴും ഈ നേരത്തെ പറഞ്ഞ വള്ളൂർ BJP ഭയപ്പെട്ടു. BJP യാതൊരു ഭയപ്പാടുമില്ല. കേരളത്തിൽ മാത്രമാണ് ഇവർ നേരത്തെ പറഞ്ഞ ഈ മത്സരം. കേരളത്തിന് പുറത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അതായത് ഒരാളെയാണ് ഇവരെല്ലാവരും കൂടി എതിർക്കുന്നത്, മോദിയെ. അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയം വേണ്ട. 25 പേര് ഒരാളെ എതിർക്കണമെങ്കിൽ ആ ഒരാൾ ശക്തനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിൽ കർഷക സമരം നടക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും BJPക്കെതിരായിട്ടാണ് വരുന്നത്. ഇതെല്ലാ സ്ഥലത്തും കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരടക്കം ആ സ്റ്റേറ്റിലൊക്കെ BJPയിൽ ചേരുന്ന വ്യക്തി. ഇതൊക്കെ ഭാഗ്യാന്വേഷികളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉത്തർപ്രദേശിൽ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്തായിരുന്നു, ഇപ്പോൾ 2 സീറ്റ് കിട്ടാത്ത പാർട്ടിയായിട്ട് ഉത്തർപ്രദേശിൽ പോയി. മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇതൊക്കെ എഴുതി വെച്ചോ. 4-ാം തീയതി നമുക്ക് വീണ്ടും ചർച്ചയ്ക്ക് നമുക്കും നോക്കാം. 4-ാം തീയതിക്ക് പ്രവർത്തിച്ച് കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ BJP പ്രവർത്തനം എത്ര കാലമായി? കേരളത്തിൽ എത്ര കാലമായി? ഒരു MLA പോലും, ഞങ്ങൾക്കൊരു MP പോലും ഉണ്ടാകത്തത്. അപ്പൊ ഇതൊക്കെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇപ്പോൾ CPM അടക്കി വഹിച്ചിരുന്ന ബംഗാളിൽ, അതിനു മുമ്പ് സിദ്ധാർത്ഥ ശങ്കർ റായ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കോൺഗ്രസ് നേതാവ് 25 കൊല്ലം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. ബംഗാൾ മാറി. ഇതൊക്കെ അടക്കി ഭരിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ മാറ്റം വരും. പിന്നെ തെരഞ്ഞെടുപ്പിൽ 1977 കോൺഗ്രസിനെതിരെ എല്ലാവരും യോജിച്ചു. CPM-ഉം BJP-യും ജനസംഘവും എല്ലാവരും കൂടി യോജിച്ചിട്ടാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചാൽ പരാജയപ്പെടും. ഇതേ സമാനമായ സാഹചര്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. BJPക്ക്
എതിരുള്ള ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ ആളുകളെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളതാണ്. സ്വാഭാവികമായും എത്ര ഒരു ശക്തനാണെങ്കിലും പരാജയപ്പെടുന്ന സൂചനകളാണ്. മറ്റൊന്നല്ല ഞാൻ പറയാം, പരാജയപ്പെടുന്ന സൂചനകൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പതർച്ച ഉണ്ടാവണം, വിഭ്രാന്തി ഉണ്ടാവണം. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വിഭ്രാന്തി കോൺഗ്രസിനും ഇടതുപക്ഷത്തിനാണ്. പ്രധാനമന്ത്രിക്ക് യാതൊരു വിഭ്രാന്തിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു കേരളത്തിലില്ല എന്ന് പറഞ്ഞ് ഈ കേരളത്തിന് മുമ്പാക്കി കാണിക്കേണ്ട കേരളത്തിലെ അടുത്തതിനുള്ള നിയമസഭയ്ക്കുള്ള ചവിട്ടുപടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതാണ് 4-ാം തീയതി. നേരത്തെ നാഗേഷ് പറഞ്ഞതിൽ തന്നെ എടുത്തു പറയുകയാണ്, ഈ കേരളത്തിന് പുറത്തേക്ക് പോയാൽ ചില ചിത്രങ്ങളെല്ലാം പ്രചരിക്കുന്നത് ഒരേ കുപ്പായത്തിൽ CPM, CPI, കോൺഗ്രസ് എല്ലാം ഒരേ കുപ്പായത്തിൽ കൊടികൾ തുന്നി ചേർത്തിട്ടുള്ളൊരു കുപ്പായം. ആ രീതിയിലുള്ളൊരു പ്രചരണം അത് എങ്ങനെയായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ? അല്ല, അത് ഇന്ത്യൻ രാഷ്ട്രീയം മനസ്സിലാകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുഖ്യ എതിരാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ നയങ്ങളാണ്. അതിനെ എതിർക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇതില്ല. അതാണ് പ്രധാന ഞങ്ങളുടെ മുഖ്യ ശത്രു. അപ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ ഇന്ത്യയിൽ ഏകശില പോലെ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചാണ്. കേരളത്തിൽ BJP LDFനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ എതിരാളിയല്ല. അപ്പോൾ അത്തരം മുഖ്യ ശത്രു അല്ലാത്ത ഒരു ഘട്ടത്തോളം ഇവിടുത്തെ രണ്ട് മുന്നണി എന്ന് പറയുന്നത് LDFും UDFും ആണ്. ആ രീതിയിൽ മത്സരിക്കും. ഇവിടെ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ 2004 LDF ഇവിടെ നിന്ന് ജയിച്ചു പോയി. 18 MP ജയിച്ചു പോയി. ആരെ തോൽപ്പിച്ചിട്ടാണ് ജയിച്ചത്? കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ജയിച്ചത്. ഒരു ലീഗിൻ്റെ സീറ്റിലും ജയിച്ചു വന്ന്. ആ 18 MP പിന്തുണ നൽകിയിട്ടാണ് മൻമോഹൻ സിംഗ്. വേണമെന്നുണ്ടെങ്കിൽ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം LDFൻ്റെ വളരെ ഭിന്നമായ സാമ്പത്തിക നയങ്ങളിൽ എതിർപ്പുള്ള വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിനാണ് പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് നിർദ്ദേശിച്ചത്. LDF എന്താ ചെയ്ത്? 63 MP ഇടതുപക്ഷ MP അന്ന് മൻമോഹൻ സിംഗിന് പിന്തുണ നൽകുകയാണ് ചെയ്തത്. കാരണം BJP അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കണം എന്ന് തീരുമാനിച്ചു. ആ രാഷ്ട്രീയമൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഇപ്പോൾ അവിടെ കുപ്പായം ഒരുമിച്ചിട്ടുകൊണ്ടൊന്നും ഇവിടെ പ്രശ്നം വരുന്ന കാര്യമല്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും വെളിപ്പാട് അകലെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണാൻ ഇനി നമുക്കത് കാത്തിരുന്ന് കാണാം. അതിനുശേഷവും നമുക്കൊരിക്കൽ കൂടി ഇവിടെ ഇരിക്കാം, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാം, ചർച്ച ചെയ്യാം. എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. 7ലും നിലവിൽ ഭരിക്കുന്നത് LDFൻ്റെ പ്രതിനിധികളാണ്, MLA മാരാണ്. ഇതേസമയം തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയായുള്ള സുരേഷ് ഗോപി അദ്ദേഹം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ BJP മുന്നോട്ട് പോകുന്നു. മുരളീധരൻ, TN പ്രതാപന് പകരമാണ് മുരളീധരൻ വന്നത്. മുരളീധരൻ്റെ ജയത്തിലെ ശുഭപ്രതീക്ഷയിലാണ് UDFും. ഇടതുപക്ഷത്തിന് വേണ്ടി VS സുനിൽകുമാർ കരുത്തിനായി തന്നെ തുടക്കം മുതൽ രംഗത്തുണ്ടായിരുന്നു. നമുക്കും റിസൾട്ട് അറിയാനെല്ലാം ഇനി സമയമേറെയില്ല. വെളിപ്പാടകലെ എത്തിക്കഴിഞ്ഞ് നമുക്കത് കാണാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ചയ്ക്കായി സ്റ്റുഡിയോയിലേക്ക് എത്തിയത് ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് ശ്രീ KK വത്സരാജ്, CPIയുടെ ജില്ലാ സെക്രട്ടറി, UDFനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂർ, BJPക്കായി സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്. മൂവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി.